തായ്ലാൻഡിലെ ലോവർ നോർത്ത് ഭാഗത്തുള്ള ഒരു പ്രോവിൻസ് അഥവാ സ്റ്റേറ്റാണ് പെച്ചബൂൺ. വളരെ ഭംഗിയുള്ള കുന്നുകളൊക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണിതെന്ന് കേട്ടറിഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് ഒരു യാത്ര പോയത്. ഏതാണ്ട് 350 കിലോമീറ്റർ ദൂരമുണ്ട് ബാങ്കോക്കിൽ നിന്നും അങ്ങോട്ടേക്ക്. ഏകദേശം 5-6 മണിക്കൂർ സമയം യാത്ര ചെയ്യണം. അങ്ങനെ രാത്രിയിൽ ബാങ്കോക്കിൽ നിന്നും യാത്ര തുടങ്ങി. അവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം 2 മണിയോളമായി. ഒന്ന് ഉറങ്ങി അതിരാവിലെ തന്നെ എണീറ്റ് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഏറ്റവും മനോഹരം. പെച്ചബൂണിലെ കാവോക്കോ എന്നു പേരുള്ള സ്ഥലമാണിത്. നമ്മുടെ മൂന്നാറൊക്കെ പോലെയുള്ള ഒരു പ്രദേശം. ചുറ്റും മലകൾ, നടുവിലൊരു വാലി. രാവിലെ അവിടെ മുഴുവനും കോടമഞ്ഞ് മൂടിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ തലങ്ങും വിലങ്ങും എൻ്റെ ഡ്രോൺ പായിച്ച് വീഡിയോസ് എടുക്കുമ്പോൾ ഒരു കുഞ്ഞു പയ്യൻ അത് കണ്ട് എക്സൈറ്റഡ് ആയി. അവൻ വലിയ കൗതുകത്തോടെ അവൻ്റെ അമ്മയെ വിളിച്ച് കാണിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞാൻ അവൻ്റെയും കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്തു. അതിനിടയിൽ കോടമഞ്ഞ് കൂടി വന്നു. ഈ കാവോക്ക അടങ്ങുന്ന പ്രദേശങ്ങളൊക്കെ മോങ് എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം ഹിൽ ട്രൈബ്സ് അധിവസിക്കുന്ന സ്ഥലങ്ങളാണ്. പ്രധാനമായും ഇവിടെ കാബേജും സ്ട്രോബെറിയും ഒക്കെയാണ് കൃഷി ചെയ്യുന്നത്. ഇവിടെ എത്തുന്നവരിൽ ഭൂരിഭാഗവും തായ്ലൻഡിൽ നിന്നുമുള്ള ടൂറിസ്റ്റുകൾ തന്നെയാണ്. വളരെ കുറച്ച് മാത്രം വിദേശികളെ ഇങ്ങോട്ടേക്ക് വരാറുള്ളൂ. എന്നാലും ഈ നാട്ടുകാരുടെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇവിടം. അതുകൊണ്ട് തന്നെ ഈ ചുറ്റുമുള്ള മലകളിലും താഴെയുള്ള വാലിയിലും നിറയെ ഹോട്ടലുകളും റിസോർട്ടുകളുമുണ്ട്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തമ്മിൽ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ബീച്ചസ് ഓർ ഹിൽസ് എന്നത്. എനിക്കെപ്പോഴും പ്രിയം കുന്നുകളും കാടുകളും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾ കൂടുതലും തായ്ലൻഡിൻ്റെ സൗത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് താല്പര്യം എപ്പോഴും തായ്ലൻഡിൻ്റെ നോർത്ത് ഭാഗത്തേക്ക് പോകാനാണ്. അങ്ങനെയുള്ളവർക്ക് ശരിക്കും ഒരു പാരഡൈസ് തന്നെയാണ് പെച്ചബൂൺ.
അപ്പോഴേക്കും നന്നായി വിശക്കാൻ തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി റെസ്റ്റോറൻറ്റിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്നുള്ള വ്യൂ അതിലും മനോഹരമാണ്. ഇത്രയും നല്ല ഒരു ആംബിയൻസിൽ ഈ അടുത്ത കാലത്തൊന്നും ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ആദ്യം പോയത് കാവോക്ക വിൻഡ് ഫാം കാണാനാണ്. മലമുകളിലായി 60 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിൻഡ് മിൽ. ഇനി പോവേണ്ടത് ഒരു വാട്ടർഫോളിലേക്കാണ്. ശ്രീജിത്ത് എന്നു പേരുള്ള ഒരു ചെറിയ വാട്ടർഫോളാണിത്. മീറ്റർ ഉയരവും 50 മീറ്റർ വീതിയുമുള്ള ഈ വെള്ളച്ചാട്ടം മുകളിലെ മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന കേക്ക് എന്ന റിവറിലായതിനാൽ വർഷം മുഴുവനും സജീവമാണ്. ഈ വെള്ളച്ചാട്ടത്തിന് ഒരു വലിയ ഹിസ്റ്ററി തന്നെയുണ്ട്. ഈ വെള്ളച്ചാട്ടവും അതിനോട് ചേർന്നുള്ള പ്രദേശവുമെല്ലാം ഒരു കാലത്ത് തായ്ലൻഡിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരുടെ ഒളി സങ്കേതങ്ങളായിരുന്നു. 1967 മുതൽ 1981 വരെയുള്ള കാലത്ത് അവരുടെ സജീവമായ സാന്നിധ്യമുണ്ടായിരുന്ന ഇവിടം പിന്നീട് രാജാവിൻ്റെ സൈന്യത്തിനു മുന്നിൽ പരാജയപ്പെട്ടപ്പോൾ ആ ചരിത്രം അവസാനിച്ചു. 1981 ആ പോരാട്ടത്തിൽ ഇവിടെ വെച്ച് കൊല്ലപ്പെട്ട സർജൻ പ്രൊഫോർട്ട് ശ്രീജിത്ത് എന്ന പോരാളിയുടെ സ്മരണാർത്ഥമാണ് ഈ വെള്ളച്ചാട്ടത്തിന് ശ്രീജിത്ത് എന്ന് പേര് നൽകിയത്. ഇനി അടുത്തായി പോവേണ്ടത് ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിലേക്കാണ്. അവിടുത്തെ വ്യത്യസ്തമായ ഒരു ബുദ്ധശില്പത്തിൻ്റെ പേരിൽ ആ സ്ഥലം വളരെ ഫേമസ് ആണ് ഇവിടെ. പല ഉയരത്തിൽ ഒന്നിനു പുറകിൽ ഒന്നൊന്നായി ഇരിക്കുന്ന 5 ബുദ്ധന്മാരുടെ ഒരു പ്രതിമയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച. മലകൾക്ക് നടുവിലായി മനോഹരമായ ഈ മൊണാസ്ട്രി നോർത്തേൺ തായ്ലൻഡിലെ ബുദ്ധമത വിശ്വാസികളുടെ ഒരു പ്രധാന സ്ഥലമാണ്. ധാരാളം ആളുകൾ ധ്യാനത്തിനായും ഈ നിർമ്മിതി കാണാനുമായി ഇവിടേക്ക് വരാറുണ്ട്.
തിരികെ ബാങ്കോക്കിലേക്ക് പോകാൻ സമയമായി. വളരെ വലിയൊരു പ്രൊവിൻസാണ് പെച്ചബൂൺ. നല്ല പച്ചപ്പും മഞ്ഞും കുന്നുകളുമൊക്കെയുള്ള ഒരു പ്രദേശം. വളരെ റിലാക്സ്ഡായി വന്ന് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇതും.